ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും എല്ലാവരും കൂടി ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അന്നേരം സുഭാഷാണെങ്കിൽ ഒരു കവറിൽ ഇവർക്ക് വിശക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് പല സാധനങ്ങളും എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ സുധീഷ് പറയും, എൻ്റെ സുഭാഷ് ഏട്ടാ, ഇതൊക്കെ ബീച്ചിൽ കിട്ടുന്ന സാധനമല്ലേ, എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന്. ബീച്ചിൽ കിട്ടും, പക്ഷേ ക്യാഷ് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ സുധീഷ് വീണ്ടും അതിലൊന്നുകൂടെ തപ്പുകയാണ് കേട്ടോ. അന്നേരം ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാവും. അല്ല സുഭാഷ് ചേട്ടാ, ഇത് എന്തിനാന്ന് ചോദിക്കുമ്പം നിധി ഉണ്ടല്ലോ നമ്മുടെ കൂടെ, നിധി പിന്നെ മണലിലിരിക്കോ, അവയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഓ അവയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്നങ്ങ് പറയട്ടോ സുധീഷ്. അന്നേരം നമ്മുടെ നിധി അങ്ങ് വരും കേട്ടോ. എന്നിട്ട് ഇവരോട് ചോദിക്കും, അല്ല അച്ഛനെ കൂട്ടുന്നില്ലേന്ന്. അയ്യോ, അയാൾ എന്തിനു കൊണ്ടുപോവാ, അതൊന്നും ശരിയാവില്ല എന്ന് നമ്മുടെ സുധീഷ് പറയുമ്പോൾ നികേഷും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷ് പറയും, ഒരു ഈവനിങ് അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അയാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലെന്നേ. അപ്പോൾ സുഭാഷും പറയുന്നുണ്ട് കേട്ടോ, അച്ഛനെ കൊണ്ടുപോയാൽ ശരിയാവില്ല നിധി. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധി ആണെങ്കിൽ പറയും, നമ്മൾ കുടുംബമായിട്ടല്ലേ പോകുന്നത്, അപ്പം അച്ഛനെ കൂടെ കൊണ്ടുപോയിക്കൂടേനെ, നമുക്ക് കൊണ്ടുപോവാനേ. നമ്മൾ പോകുമ്പോൾ ആളെ കൂടി പരിഗണിക്കുന്ന അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു സന്തോഷമാവും എന്നൊക്കെ നമ്മുടെ നിധി തട്ടിവിടുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഒന്ന് വിളിച്ച് ചോദിക്കാം, വരുന്നില്ലെങ്കിൽ കൊണ്ടുപോകണ്ട, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് സമ്മതിക്കാം കേട്ടോ. അന്നേരം നിധി ഭാസ്കരനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഭാസ്കരനെ ചെന്നിട്ട് വിളിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കും, എന്താ മോളേന്ന്. അല്ല, ഞങ്ങളെ അകത്തൊരു കാര്യം സംസാരിച്ചിരുന്നു, അച്ഛൻ കേട്ടായിരുന്നു. അത് ഞാനെങ്ങനെ കേൾക്കാനാ, ഞാനിവിടെ പാട്ട് പാടുകയല്ലായിരുന്നു എന്ന് ചോദിക്കാട്ടോ. അതുകൊണ്ടൊരു ഗുണമുണ്ട്, എന്നെ പറ്റി നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും ഞാനത് കേൾക്കത്തില്ല എന്ന് പറയാണ്. അച്ഛാ, ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് ബീച്ചിലോട്ട് പോവാ, അച്ഛൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയും, എന്നെയാണോ വിളിച്ചേ, ഒരു ലോറി ഡ്രൈവറായ കിളിക്കൂട്ടിൽ ഭാസ്കരൻ എന്നെ തന്നെയാണോ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ വലിയ ഡ്രാമ ഒന്നും കളിക്കണ്ട, വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറയാണ്. എന്നെ വിളിച്ച കാര്യം അകത്തുള്ള സൈത്താന്മാർക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛനേക്കാളും വലിയൊരു സൈത്താൻ ഈ വീട്ടിലില്ല എന്ന് പറയട്ടെ നമ്മുടെ നിധി. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ അത് പറ ആദ്യം എന്ന് പറയുമ്പോൾ, എൻ്റെ മോളെ നീ ആദ്യമായിട്ട് വിളിക്കല്ലേ, ഞാനെങ്ങനെയാ വരുന്നില്ല എന്ന് പറയാം. എന്നെ ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ നിധിക്കൊരു ചിരിയാണ് കേട്ടോ. അന്നേരം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം മോളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാട്ട് പാടിയിട്ടാണ് കേട്ടോ അകത്തേക്ക് പോകുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ സുധീഷ് അയ്യോ പാട്ടും പാടിയിട്ടാണല്ലോ പോകുന്നത്, ഇനി ബീച്ചിലേക്ക് വരും ഇയാൾ എന്ന് ചോദിക്കുമ്പോഴേക്കും നിധി പറയും, നമ്മൾ ഒരാളോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാലല്ലേ അയാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, വരട്ടെ പാവം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് നീതു കയറി വരികയാണ് കേട്ടോ. അവിടെ നീതു വരുമ്പോൾ നമ്മുടെ ഹരീഷ് തീരെ ശ്രദ്ധിക്കുന്നില്ല, പണിയോട് പണിയായിരിക്കും. അപ്പം നമ്മുടെ നീതുവിന് നല്ല വിഷമാവുന്നുണ്ട്. നീതു പറയും, ഹരീഷേ, ഞാൻ എത്ര നേരം ഇവിടെ വന്നിരിക്കുന്നു, നീ എന്താ എന്നെ ഒന്നും ശ്രദ്ധിക്കാത്തേന്ന്. അപ്പോൾ നീ വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയട്ടെ ഹരീഷ്. എന്നെ എൻ്റെ വീട്ടുകാർ എന്തുപോലെ തല്ലിയെന്ന് നിനക്കറിയോ, എന്തിനാ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് കേട്ടോ. സ്വത്തും മുതലൊന്നല്ല ഹരീഷ അവർക്ക് പ്രശ്നം, ആളുകൾ നിങ്ങളുടെ വീട്ടിനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്, അതാ അവർക്ക് പ്രശ്നം. എന്നിട്ട് നീ എന്തിനാടി എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ നീതു പറയും, അതിന് എനിക്ക് പ്രശ്നമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഹരീഷേ, ഞാൻ ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാ പറഞ്ഞേ, നിനക്ക് വേണ്ടി ഞാൻ തല്ലുകൊണ്ടു, എന്നിട്ട് നീ എന്നെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹരീഷ് പറയും, എങ്കിൽ പിന്നെ പാടി എൻ്റെ കൂടെ, നിന്റെ അച്ഛനെയും ആങ്ങളെയും ഞാൻ തല്ലിത്തരാം, വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നീതു പറയും, എൻ്റെ ആങ്ങളെയും നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നങ്ങ് പറഞ്ഞത് നമ്മുടെ ഹരീഷിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഹരീഷ് പറയും, ആ മരത്തലയനെ എന്നെയായിട്ട് കമ്പയർ ചെയ്യേണ്ട, നീ അടിച്ച് നിന്റെ എന്ന് പറയും. അപ്പോഴേക്കും നീതുവിനും ദേഷ്യം പിടിച്ച്, അങ്ങനെയാണല്ലേ, ഇന്നത്തോടെ തീർന്നു, ഈ ബന്ധം ഇന്നത്തോടെ തീർന്നു എന്ന് ഇറങ്ങി പോവാൻ നോക്കടി എന്നങ്ങ് പറയുമ്പോൾ നീതുവിന് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. എടിയെന്നോ, നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത്, എന്ത് കുന്തെങ്കിലും കാണിക്ക്, നീ ഒന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് അങ്ങ് കയറി പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിന്റെ ഭാഗമാണ്. സുഭാഷും എല്ലാരും കൂടി ബീച്ചിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അന്നേരം നമ്മുടെ നീതി പറയും, സുഭാഷ് ഏട്ടാ കടലിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന്. അങ്ങനെ സമ്മതിക്കുമ്പോൾ തന്നെ നമ്മുടെ സുധീഷും നികേഷും നിധിയും കൂടെയാണ് കേട്ടോ കടലിൽ പോയി കളിക്കുന്നത്. അന്നേരം നമ്മുടെ നിധി ചോദിക്കും, സുഭാഷ് ഏട്ടൻ എന്താ വരാതെ അവിടെ തന്നെ മാറിയിരിക്കുന്നേ എന്നങ്ങ് ചോദിച്ചതും നമ്മുടെ നികേഷും സുധീഷും ഓടിപ്പോയി സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് ചെല്ലാണേ. ഏയ് ഞാനില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി ചോദിക്കും, എന്തിനെങ്ങനെ മാറിയിരിക്കുന്നത് സുഭാഷ് ഏട്ടാ, വാന്നേ എന്ന് പറയുമ്പോൾ ഏയ് ഞാനില്ല എന്ന് പറയുമ്പോൾ സുധീഷും നികേഷും കൂടെ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ വരാന്ന് പറഞ്ഞിട്ട് സുഭാഷ്
സുഭാഷും കൂടെ ഇവരുടെ കൂടെ ചേരുകയാണ് കേട്ടോ. അന്നേരം സുഭാഷും കൂടെ ചെന്നിട്ട് നല്ല കളിയായിരിക്കും കേട്ടോ. ആ സമയത്ത് നിധിയുടെ കൈ നമ്മുടെ സുധീഷിന്റെ കയ്യിലാണ് കേട്ടോ. സുധീഷ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സുഭാഷ് നികേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നമുക്കേ കുറച്ചു നേരം അങ്ങ് മാറി നിൽക്കാം, അവര് രണ്ടും കൂടി ആസ്വദിക്കട്ടേന്നേ. അന്നേരം സുഭാഷ് നിധിയോട് പറയും, നിധി ഞങ്ങളെ ഇപ്പൊ വരാം, ഇവനെ ഒരു തണ്ണീർമത്തൻ ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, എനിക്ക് കൂടെ ഒന്നേന്ന്. ഓക്കെ എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകുവാണേ. അവർ പോകുന്നത് നോക്കി നമ്മുടെ സുധീഷ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഏട്ടനും അനിയനും ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം മാറി തന്നതാ. നിധി ഇവിടെ കുറച്ചല്പം തീരെ കൂടുതലാ, നമുക്ക് അങ്ങോട്ട് നടന്നാലോ എന്ന് ചോദിക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷും നിധിയും നടന്നു പോകുമ്പോൾ ചെറുങ്ങനെ വീഴാനൊക്കെ നിധി പോകുന്നുണ്ട്. അപ്പോഴേക്കും പിടിച്ചു വെക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, മോളെ നമ്മളെ ബാലൻസ് ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ കടലിലേക്ക് ഒഴുകി പോകും. ഞാൻ കാണിച്ചുതരാം, ഇപ്പം തന്നെ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ കാലൊക്കെ. ഇങ്ങനെ നിർത്തണം മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുധീഷ് പറയും, അതൊന്നും നോക്കണ്ട, ഇയാളെന്തിനാ ദൈവമേ ഇങ്ങോട്ട് വന്നേ, അയാളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഭാസ്കരൻ്റെ ഒരു തമാശ പറയുമ്പോൾ നമ്മുടെ നിധി ഭയങ്കര ചിരിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ സുധീഷ് പറയും, ഓ കിളവൻ്റെ ഒരു പരട്ട തമാശയാണ്. അപ്പം നമ്മുടെ നികേഷ് ആണെങ്കിൽ ഐസ്ക്രീമൊക്കെ നുണഞ്ഞിങ്ങനെ വരികയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭാസ്കരനെ കാണുമ്പോൾ തന്നെ നമ്മുടെ നികേഷ് പറയും, എൻ്റെ സുഭാഷ് ഏട്ടാ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, നമ്മൾ അവർ തനിച്ച് വിടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങ് പോകുന്നത്, ഇപ്പോഴിപ്പോൾ എങ്ങനെയുണ്ട്, സുഭാഷേട്ടൻ പോയിട്ട് ആളങ്ങ് മാറ്റിക്കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സുഭാഷ് അങ്ങ് നടന്നു പോകുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്തേക്ക്. അങ്ങനെ സുഭാഷ് പോയി നാക്കിൽ നമ്മുടെ ഭാസ്കരനെ അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പം ഇത് കാണുന്ന സുധീഷ് പറയും, താങ്ക് യു എൻ്റെ സുഭാഷ് ഏട്ട എന്ന്. അങ്ങനെ നമ്മുടെ സുഭാഷ് ആണെങ്കിൽ ഭാസ്കരനെ കൊണ്ടുവന്ന് പറയുന്നുണ്ട്, എൻ്റെ അച്ഛ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പുക വലിക്ക്, വെറുതെ അവരുടെ ഇടയിലേക്ക് പോവല്ലേ, അവരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാ ഞങ്ങൾ തന്നെ മാറിക്കൊടുത്തേ എന്ന് പറയുമ്പോൾ, ഓ പിന്നെ വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തവരാ ബീച്ചിൽ വന്ന് സംസാരിക്കുന്നേ എന്ന് ചോദിക്കാട്ടോ. പിന്നീട് നമ്മുടെ നിധിയും സുധീഷും കൂടെ പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഒരു നീലക്കുറിഞ്ഞി ചാനലിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു, അതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ സുധീഷ് അയ്യോ ഒരുപാട് കമന്റ് ഉണ്ട്, 1 മില്യൺ അടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കമന്റ് നോക്കാന്ന് പറഞ്ഞിട്ട് അതിൽ നോക്കാണ്. ഓ സുധീഷാണ് കിടു എന്നാ പറയുന്നത്, ബെസ്റ്റ് കപ്പിൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ ശരിക്കുള്ള നമ്മൾ ആരാന്ന് എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും, അവിടേക്ക് ഒരാൾ പോകുന്നുണ്ട്, കുറച്ച് ബ്രാൻഡി വിസ്കിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഭാസ്കരൻ ഒരു 150 രൂപ കൊടുത്തിട്ട് അത് വാങ്ങുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൈ.